Hello friends, എല്ലാവർക്കും മാക്സിസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന എൻ്റെ ബൈക്ക്, അതായത് CBR250rൻ്റെ എഞ്ചിൻ കംപ്ലീറ്റ്ലി നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ബൈക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ബൈക്ക്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പാർട്സ് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ പാഡൽ സ്റ്റാൻഡിലോട്ട് വണ്ടി കയറ്റി വെച്ച് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു 10mm ബോൾട്ടാണ്, താഴെ അതാണ് വരുന്നത്. സോ ഇനിയുള്ളതിന് കുറച്ച് ടാബ്സാണ്. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ടാബ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ നൈസായിട്ട് പുള്ളി ചെയ്ത് അത് വന്നോളും. ഒരുപാട് പ്രഷർ എടുത്ത് വലിക്കരുത്, കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പെട്ടെന്ന്, അതായത് CBRൻ്റെ മെയിൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ ഇതാണ്, ഫെയറിംഗ് റിമൂവൽസിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു സാധനമാണ് അതിൻ്റെ ഇത് ടാബ് എന്ന് പറയുന്നത്. സോ സൂക്ഷിച്ചിനെ ഊരുക, നന്നായിട്ട് നൈസായിട്ട് പുള്ളി ചെയ്തെടുത്താൽ മതി. ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യരുത്, കൊടുക്കണം എന്നാലും ഒരു കണക്കിന് മാത്രമേ കൊടുക്കാവൂ, പ്രഷർ അപ്ലൈ ആവും. സോ അങ്ങനെ നമ്മൾ അതിൻ്റെ 2 ഫെയറിങ്സ് ഊരി കഴിഞ്ഞു. നമുക്ക് ഇനി അതിൻ്റെ ബെല്ലി പാൻ ഊരണം, നമ്മൾ ടാങ്ക് റിമൂവ് ചെയ്യണം. അതിന് മുമ്പ് സൈഡ് പാനൽസും റിമൂവ് വേണ്ടിയിട്ടുണ്ട്. സീറ്റ് ഊരണം. സോ സീറ്റൊക്കെ ഊരാൻ ഭയങ്കര എളുപ്പമാണ്, കാര്യം അതിൽ നമുക്ക് ബാക്ക് സീറ്റ് ഈസിയായിട്ട് ഊരി വരും നമ്മൾ കീ യൂസ് ചെയ്ത് കഴിഞ്ഞ്. അടുക്കത്തന്നെ 2 ബോൾട്ടിലായിരിക്കുന്നത്, ഒരു 8mm or 10mm അതിരിക്കുന്നത്. സോ 2 ഊരി കഴിഞ്ഞാൽ അത് 2 നമുക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ ഈ ഫ്രണ്ടിൽ തന്നെ ഈ പാനൽസ് ഊരിയെടുക്കണം, പിന്നെ ഈ പാനൽ ഊരിയെടുക്കണം. അങ്ങനെ ഇത് തന്നെ റിപ്പീറ്റ്, അത് തന്നെയാണ് ഉള്ളത്. ഈ ടോപ്പിലത്തെ ഈ പാനൽ നമുക്ക് വരാം. അതിന് വേണ്ടി നമുക്കൊരു 5mm അലൻ മതി. നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. ഈ പാനലിൽ ഇളക്കാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, നമുക്കൊരു വോൾട്ട് വരുന്നുണ്ട്. സോ ഒരു സ്റ്റാർ ആണ്. പിന്നെ ഇവിടെ അകത്ത് റിവറ്റും ഉണ്ട്, ഇവിടെ ഒരു റിവറ്റും വരുന്നുണ്ട്. ഇത് 2 ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനൽ ഈസിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ പാനൽ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് നമുക്ക് ഊരിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ കുറച്ച് ടാബ്സ് ഉണ്ട്, അത് ലോക്കാണ്. അത് ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഈ പോർഷനിലോട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ കളഞ്ഞു പോകും. അതങ്ങനെ വെക്കുക.
ടാങ്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഊരുന്ന കണക്ക് ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ പമ്പൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസുണ്ട്, ഫ്യൂൽ പമ്പിൻ്റെ നോബൊക്കെ. സോ നമ്മൾ നമ്മളിപ്പോൾ ക്യാമറ ഇവിടുത്തെ വച്ചിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. ഈ ടാങ്കിന് നമ്മുടെ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പിടിക്കുക. അതാണ് ഏറ്റവും ഈസിയിൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് നോസ് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട്. സോ ഞാൻ അത് എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. സോ ഇതാണ് അതിൻ്റെ നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇത് നേരെ നമ്മുടെ ഇഞ്ചക്ടറിലോട്ടാണ് പോകുന്നത്. ഇഞ്ചക്ടറിൽ നമ്മുടെ ത്രോട്ടിൽ ബോഡിയിലോട്ടാണ് പോകുന്നത്. സോ ഇത് ഊരണമെങ്കിൽ ഇത്തിരി ശ്രമമുള്ള പരിപാടിയാണ്. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നോസ് പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ ഈ എൻഡ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിന് ഉള്ളി കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അതാണ് ഈസി. ഇത് നമ്മളല്ലാണ്ട് സ്ക്രൂ ഡ്രൈവറോ സ്പാൻഡറോ അങ്ങോട്ടൊന്നും ഊരാൻ നോക്കരുത്. നോസ് പ്ലെയർ തന്നെ യൂസ് ചെയ്യുക പരമാവധി. കാരണം അതാണ് ഏറ്റവും സേഫസ്റ്റും. പിന്നെ നമുക്ക് കാരണം ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് വരുന്ന നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്സാണ് ഇതെല്ലാം. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്കൊന്ന് ഊരി കാണിച്ചു തരാം. സോ അത്രയേ ഉള്ളൂ. വലിച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്ത് നമുക്ക് ഊരി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചാൽ മതി. സോ ഇതാണ് ആ കണക്ടർ. ജസ്റ്റ് ഇതിനെ പുഷ് ചെയ്ത് താഴോട്ട് വലിച്ചാൽ മാത്രം മതി. സോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ടാങ്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാലും സൂക്ഷിക്കണം. കാരണം ഈ പ്ലാസ്റ്റിക് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കിട്ടാനുമില്ല. പാർട്സ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനെ നമ്മളെ ടാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൽ റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ എയർ ബോക്സും ത്രോട്ടിൽ ബോഡി അങ്ങനെയുള്ളതൊക്കെയാണ്. ഇത് ആക്ച്വലി ഞാൻ വെച്ചത് പറഞ്ഞാൽ ഇതിൻ്റെ അതിൽ വരുന്ന ഒറിജിനൽ സാധനം മിസ് ചെയ്തുകൊണ്ടാണ്. ഇത് ആക്ച്വലി നമ്മൾ വെറും ഒരു ടയറിൻ്റെ ട്യൂബ് മാത്രമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിൻ്റെ ഹീറ്റ് നമ്മളെ ഫ്യൂൽ പമ്പിലോട്ട് അടിക്കാണ്ടിരിക്കാനും ഡാമേജ് വരാണ്ടൊക്കെ ഇരിക്കാനും. കാരണം ഒരുപാട് ഹീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പമ്പിന് കംപ്ലയിൻറ്റ് വരും. സോ അത് റിമൂവ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സാധനം ഉണ്ടെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം വണ്ടിയിൽ, നിങ്ങളുടെ വണ്ടിയിൽ. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്നിൻ്റെ പാർട്ട് നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചിടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇത് കണക്ക് ഞാൻ ചെയ്ത കണക്ക് ഒരു ജസ്റ്റ് കാരണം രണ്ട് സെയിം മെറ്റീരിയലാണ്, ഒരു തിക്നെസ്സൊക്കെയാണ്. സോ ജസ്റ്റ് ഒരു ട്രക്കിൻ്റെയോ അല്ലോ അതിൻ്റെ ഒരു ട്യൂബ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു ഇത്ര ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മളിതിൽ വെച്ചാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ചെളി അടിക്കുന്നത് നമുക്ക് ഒരുപാട് തടയാൻ പറ്റും. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഈ പാനൽസ് എല്ലാം നമുക്ക് ഊരാം. ഈ പാഡും ഈ നമ്മുടെ ഈ പാനലൊക്കെ നമുക്ക് ഊരെടുക്കാം. ഇത് ഗ്രാബ് ഹാൻഡിലാണ്. ഇതും ഈ പാനൽ, പിന്നെ അത്യാവശ്യം ഈ പാനൽ, പിന്നെ വരുന്ന നമ്മുടെ ഈ ഫുഡ് റെസ്റ്റ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം.
നമുക്കിനി ഇതിൽ ഊരാനായിട്ടുള്ളതിൻ്റെ ഫ്രണ്ട് ഫെയറിങ്സ് ഒക്കെയാണ്. സോ അതിന് നമുക്ക് ആദ്യം തന്നെ തുടങ്ങുന്നത് മിറേഴ്സിലാണ്. സോ മിറേഴ്സിൽ തന്നെ നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള കുറച്ച് നട്ടും സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം അങ്ങനെ റിമൂവ് ചെയ്ത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തായാലും ഫ്രണ്ട് നമുക്ക് ഇനി റിമൂവ് ചെയ്യാം. സോ ഇനി അതാണ്